നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്കും PSC ഇൻഫ്ലുവൻസറിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഒരു വീഡിയോ പ്രിയപ്പെട്ട എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും വേണ്ടിയുള്ളതാണ്. ഇക്കഴിഞ്ഞ ഡിഗ്രി പ്രിലിമിനറി പരീക്ഷയുടെ രണ്ടാം ഘട്ട പരീക്ഷ എഴുതിയ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾ ഇന്നലെ മുതൽ പരീക്ഷ കഴിഞ്ഞ സമയം മുതൽ ധാരാളം മെസ്സേജുകൾ ഈ പറയുന്ന ഇൻസ്റ്റാഗ്രാം വഴിയും ടെലഗ്രാം വഴിയും വാട്സപ്പ് വഴിയൊക്കെ മെസ്സേജുകൾ അയക്കുന്നുണ്ട്. എത്രമാത്രം മാർക്കായിരിക്കും കട്ട് ഓഫ് മാർക്ക്, ഈ പറയുന്ന ഇത്ര മാർക്ക് വാങ്ങിച്ചാൽ ഞാൻ ഈ പറയുന്ന പ്രിലിമിനറി പരീക്ഷ യോഗ്യത നേടുമോ, മെയിൻ പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുപ്പുകൾ ഇപ്പോഴേ തുടങ്ങണമോ തുടങ്ങിയിട്ടുള്ള സംശയങ്ങളാണ് അവർ ചോദിക്കുന്നത്. ആ സംശയങ്ങൾക്കുള്ള ഒരു ഉത്തരമാണ് ഈ ഒരു വീഡിയോ. 3 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ അവരുമായി ഷെയർ ചെയ്യുന്നത്. ഒന്ന്, കട്ട് ഓഫ് മാർക്ക് എത്രയായിരിക്കും, ഡിഗ്രി പ്രിലിമിനറി പരീക്ഷയുടെ രണ്ടാം ഘട്ട പരീക്ഷയുടെ കട്ട് ഓഫ് മാർക്ക് എത്രയായിരിക്കും. രണ്ടാമതായിട്ട്, മെയിൻ പരീക്ഷയ്ക്ക് ഫോക്കസ് ചെയ്യുന്ന പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളുണ്ടെങ്കിൽ, അതായത് ഇത്രമാത്രം മാർക്ക് കോൺഫിഡൻസോടുകൂടി കിട്ടി, ഇനി ഞാൻ മെയിൻസ് നേടിയേ അടങ്ങൂ എന്ന് തീവ്രമായി ചിന്തിക്കുന്ന പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി 2 പേപ്പറാണല്ലോ നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അതിൽ പേപ്പർ 1, പേപ്പർ 2. പേപ്പർ 1ൻ്റെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഡിഗ്രി പ്രിലിമിനറി പരീക്ഷയ്ക്ക് പഠിച്ച അതേ കണ്ടന്റ് തന്നെ പേപ്പർ 1ലും നിങ്ങൾ പഠിച്ചാൽ മതി. ഈ പേപ്പർ 1ലും ഒരു ഗുണമുണ്ട്. കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്ന ടോപ്പിക്ക്, എക്കണോമിക്സ് എന്നറിയപ്പെടുന്ന ടോപ്പിക്ക് പേപ്പർ 2വിലും വരുന്നു. അപ്പോൾ ഇന്ത്യൻ എക്കോണമി, കേരള എക്കോണമി തുടങ്ങിയിട്ടുള്ള ഡിവിഷൻ ആണെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൂടി ഉൾപ്പെടുത്തി നിങ്ങൾ എന്ത് ചെയ്യുക, തീവ്രമായി പഠിക്കുക. ദെൻ മൂന്നാമതായിട്ട്, ഇത്ര മാർക്ക് ഞാൻ വാങ്ങി, അത് സേഫായ മാർക്കാണോ, കഴിഞ്ഞ ഡിഗ്രി പ്രിലിമിനറി പരീക്ഷയ്ക്ക് കട്ട് ഓഫിനകത്ത് ഇത്ര മാർക്ക് ഞാൻ മേടിച്ചാൽ സേഫ് ആണോ തുടങ്ങിയിട്ടുള്ള സംശയങ്ങളാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്തു. അപ്പോൾ നമ്മളൊരു മത്സര പരീക്ഷയുടെ കട്ട് ഓഫ് നിർണ്ണയിക്കുമ്പോൾ ഏറ്റവും നിർണായകമായ ഒരു ഫാക്ടർ എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ നിലവാരം. ക്വസ്റ്റ്യൻ പേപ്പർ സിമ്പിൾ ആണ് എങ്കിൽ, നമ്മൾ പറയത്തില്ലയോ, എല്ലാവർക്കും എഴുതാൻ പറ്റുന്ന രീതിയിലുള്ള എളുപ്പ ചോദ്യങ്ങൾ, കൺഫ്യൂസിങ് ഫാക്ട് ഒന്നുമില്ല, എല്ലാ മേഖലയിലും നല്ല ചോദ്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഉദ്യോഗാർത്ഥികളെ കുഴപ്പിക്കാത്ത, ഉദ്യോഗാർത്ഥികളെ വലയ്ക്കാത്ത ചോദ്യങ്ങളാണെങ്കിൽ കട്ട് ഓഫ് മാർക്ക് എല്ലായ്പ്പോഴും എന്തായിരിക്കും, കൂടുതലായിരിക്കും. ഇനി ഇത്തിരി പരീക്ഷാ ചോദ്യപേപ്പറിലെ ചോദ്യങ്ങൾ ഇത്തിരി കടുപ്പമായി പോയി, അത് ഓരോ മേഖലയിലും, ഇംഗ്ലീഷ് ആയിക്കോട്ടെ, മാത്സ് ആയിക്കോട്ടെ, മലയാളം ആയിക്കോട്ടെ, ഈ പറഞ്ഞ എല്ലാ മേഖലയിലും കടുപ്പമാണെങ്കിൽ കട്ട് ഓഫ് മാർക്ക് കുറയാനുള്ള സാധ്യതയുണ്ട്. ഇതെല്ലാവർക്കും അറിയാവുന്ന, ഞാൻ പറയാതെ തന്നെ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് അറിയാം. ഇനി ഇന്നലത്തെ ഈ പറയുന്ന 100 മാർക്കിന്റെ ചോദ്യപേപ്പർ പരിശോധിച്ചാൽ 3 കാര്യങ്ങളാണ് മനസ്സിലാകുന്നത്. ഒന്ന്, ഉദ്യോഗാർത്ഥികൾ ഈ ആ ചോദ്യപേപ്പർ നിങ്ങളുടെ കയ്യിൽ കിട്ടിക്കാണും, അതിൻ്റെ ആൻസർ കീ സഹിതം നിങ്ങൾ നോക്കിക്കാണും. അപ്പോൾ ആൻസർ കീയിലേക്കോ ക്വസ്റ്റ്യൻ്റെ നിജസ്ഥിതിയിലേക്കോ ഒന്നും പോകുന്നില്ല. ആദ്യം ക്വസ്റ്റ്യൻ പേപ്പർ പരിശോധിച്ചാൽ അത് ഇംഗ്ലീഷ്, മാത്സ്, മലയാളം, ഈ 3 മാർക്ക് നിർണായകമാണ്. നമുക്കറിയാം, ഒരു ഡിഗ്രി പ്രിലിമിനറി പരീക്ഷയുടെ നിർണായകമായ മാർക്ക് എന്ന് പറഞ്ഞാൽ 100ൽ 50 മാർക്ക് കിട്ടുന്ന 3 ഏരിയയാണ് ഇംഗ്ലീഷ്, മാത്സ്, മലയാളം. അതിൽ മാത്സ് ആൻഡ് മെൻ്റൽ എബിലിറ്റി നിങ്ങൾ എടുത്തോ, മലയാളം എടുത്തോ. ഉദ്യോഗാർത്ഥികളെ വലച്ച 2 മേഖലകളാണ് മാത്സ് ആൻഡ് മെൻ്റൽ എബിലിറ്റിയും മലയാളവും. ഇനി എങ്ങനെയാണ് ഈ ഉദ്യോഗാർത്ഥികൾ വലയ്ക്കുക എന്ന് പറഞ്ഞാൽ, ഈ പറയുന്ന എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് തീവ്രമായി പഠിച്ച്, ഓരോ മോഡൽ എക്സാം ചെയ്ത്, ഓരോ വീഡിയോ ക്ലാസ്സുകളും കൃത്യമായി കണ്ട് നോട്ട്സ് എഴുതി വായിച്ച് റിവൈസ് ചെയ്ത് പോയ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളുണ്ട്. അവർക്ക് മാത്സിൽ പറ്റിയ അബദ്ധം എന്ന് പറഞ്ഞാൽ 2 പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ, ഒന്ന് ബ്ലഡ് റിലേഷനുമായി ബന്ധപ്പെട്ട ചോദ്യവും റാങ്കിങ്ങുമായി ബന്ധപ്പെട്ട 2 ചോദ്യങ്ങൾ അവരുടെ സമയം കളഞ്ഞു, അല്ലെങ്കിൽ സമയം കൊല്ലികളായി 2 ചോദ്യങ്ങൾ ഉണ്ടായി. ആ 2 ചോദ്യങ്ങളുടെ പുറകിൽ പോയ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളുണ്ട്. അവർക്കാണ് സമയം, ഈ പറയുന്ന മാത്സ് ആൻഡ് മെൻ്റൽ എബിലിറ്റിയിൽ 2 മാർക്ക് ചെയ്യാൻ വേണ്ടി എടുത്ത സമയം ഈ മത്സര പരീക്ഷയെ മുഴുവനായി സ്വാധീനിച്ചിട്ടുണ്ട്. അത് പോസിറ്റീവായിട്ടല്ല സ്വാധീനിച്ചിട്ടുള്ളത്, നെഗറ്റീവായിട്ട് സ്വാധീനിച്ചിട്ടുണ്ട്. ഇനി മലയാള ചോദ്യപേപ്പർ നിങ്ങൾ പരിശോധിച്ചോ, മലയാള ചോദ്യ മേഖല പരിശോധിച്ചോ. അതിൽ മലയാളത്തിൽ 10 ചോദ്യത്തിൽ അതിൽ ഭൂരിഭാഗം ചോദ്യങ്ങളും കടുപ്പമായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പം മാത്സ് ആൻഡ് മെൻ്റൽ എബിലിറ്റിയും മലയാളവും ഒരു ഏറെക്കുറെ എല്ലാ ഉദ്യോഗാർത്ഥികളെയും കുഴപ്പമാക്കി കളഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ആ ഒരു മേഖല, അതായത് ഒരു മത്സര പരീക്ഷയുടെ നിർണായകമായ മാർക്കാകേണ്ട മേഖലയിൽ ഉണ്ടായ കടുപ്പം, അപ്പം ചോദ്യപേപ്പർ കടുപ്പം തന്നെയാണെന്ന് പറയേണ്ടി വരും. ഇനി രണ്ടാമതായിട്ട് വരുന്ന ഒരു മെസ്സേജ്, യൂട്യൂബിൽ കമൻറ്റുകൾ നോക്കിയാൽ മതി, നമ്മുടെ വീഡിയോയുടെ താഴെ തന്നെ ധാരാളം കമൻറ്റുകളുണ്ട്. സെക്കൻഡ് സ്റ്റേജ് എളുപ്പമായിരുന്നില്ല എന്ന് പറയുന്ന ആളുകളോട് പറയുവാണ്, ഒന്നാം ഘട്ട പരീക്ഷ അപേക്ഷിച്ച് സെക്കൻഡ് സ്റ്റേജ് എളുപ്പമായിരുന്നു. ഒന്നാം ഘട്ട പരീക്ഷ അപേക്ഷിച്ചെന്ന് പറഞ്ഞാൽ ഒന്നാം ഘട്ട പരീക്ഷയുടെ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ നിങ്ങൾ പരിശോധിച്ചോ, ഒന്നാം ഘട്ട പരീക്ഷയിലെ ചോദ്യങ്ങളുടെ നിലവാരം നിങ്ങൾ പരിശോധിച്ചോ. അത് ഒഴിവാക്കുകയാണെങ്കിൽ സെക്കൻഡ് സ്റ്റേജ് എളുപ്പമായിരുന്നില്ല എന്ന് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. സെക്കൻഡ് സ്റ്റേജ് എളുപ്പമായിരുന്നു. ഇനി ഈ എളുപ്പമാകുമ്പോഴുള്ള ഒരു വിഷയം എന്ന് പറഞ്ഞാൽ ധാരാളം ട്രാപ്പുകളുള്ള ചോദ്യങ്ങൾ അതിനകത്ത് ഉൾപ്പെടും.
ധാരാളം ട്രാപ്പ് എന്ന് പറഞ്ഞാൽ ട്രിക്കി ചോദ്യങ്ങൾ, പരീക്ഷ ഹാളിൽ കയറുന്ന സമയത്ത് ട്രിക്കി ചോദ്യങ്ങൾ നമ്മളെ കുഴപ്പിച്ച് കളയും. നമ്മൾ ഏറ്റവും ടഫ് എന്ന് കരുതുന്ന പല ചോദ്യങ്ങളും നമുക്ക് കിട്ടും, പക്ഷെ സിമ്പിൾ എന്ന് കരുതുന്ന കുറച്ച് കൺഫ്യൂസിങ് ക്വസ്റ്റ്യൻ ഉണ്ട്. അത് നമ്മൾ എന്ത് ചെയ്യും? 1, 2, 3 മാർക്ക് നമ്മളെ കുഴപ്പിച്ച് കളയും. ഈ 3 മേഖലകളാണ് നമുക്ക് ഈ പറയുന്ന ചോദ്യ പേപ്പർ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇനി മൂന്നാമതായിട്ട് നമുക്ക് വേണ്ടത് ഇതിന്റെ കട്ട് ഓഫ് മാർക്ക് പറയുമ്പം ഉദ്യോഗാർത്ഥികളുടെ ഭാഗത്ത് നിന്ന് PSCയോട് പറയാനുള്ള 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഒന്ന്, ഒരു മത്സര പരീക്ഷ കണ്ടക്ട് ചെയ്യുമ്പം ഒരു മത്സര പരീക്ഷ ഒരേ യോഗ്യത, ഒരേ മത്സര പരീക്ഷ നിലവാരം, ഒരേ മത്സര പരീക്ഷ നടത്തുന്ന സമയത്ത് ദയവ് ചെയ്ത് കേരള PSC ഒരേ നിലവാരം നിലനിർത്തുക എന്നുള്ളതാണ്. അതല്ലാതെ ഒന്നാം ഘട്ടം ഇത്തിരി കടുപ്പമാക്കിയിട്ട് രണ്ടാം ഘട്ടം അതിനേക്കായി കടുപ്പമാകാനുള്ളതും ഒന്നാം ഘട്ടം കടുപ്പമാക്കി രണ്ടാം ഘട്ടം സിമ്പിളാക്കി മാറ്റുകയും ചെയ്യരുത്. ഒരേ മത്സര പരീക്ഷ, ഒരേ നിലവാരം, ഒരേ യോഗ്യതയെങ്കിൽ ഒരേ നിലവാരം നിലനിർത്തുക എന്നുള്ളതാണ് PSCയോട് ഒരു അഭ്യർത്ഥന ഉള്ളത്. 2, ചോദ്യത്തിലുള്ള തെറ്റുകൾ ഒഴിവാക്കാൻ വേണ്ടി ശ്രമിക്കുക. നമ്മൾ 100 ചോദ്യമാണ് പ്രതീക്ഷിച്ച് പോകുന്നത്. ആ 100 ചോദ്യത്തിൽ ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ആൻസർ നമ്മൾ എന്ത് ചെയ്യും? ബബിൾ ചെയ്യും. ചിലപ്പം ഈ പറയുന്ന പ്രൊവിഷണൽ കീ പ്രകാരമോ ഫൈനൽ കീ പ്രകാരമോ ധാരാളം ചോദ്യങ്ങൾ ഒഴിവാക്കിക്കൊണ്ടിരിക്കുകയാണ് കേരള PSC. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഈ കഴിഞ്ഞ LD ക്ലർക്ക് പരീക്ഷയുടെ ചോദ്യങ്ങൾ നിങ്ങൾ നോക്കിയാൽ മതി, കഴിഞ്ഞ ഡിഗ്രി പരീക്ഷയുടെ ചോദ്യങ്ങൾ നിങ്ങൾ പരിശോധിച്ചാൽ മതി. അപ്പം അതിലെല്ലാം ഈ 100 ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ആ 100 ചോദ്യത്തിലും 5, 10 ചോദ്യങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് ഈ പറയുന്ന ഫൈനൽ കീ പബ്ലിഷ് ചെയ്യുന്നുണ്ട്. അതിനർത്ഥം ചോദ്യത്തിൽ പെശകുകളുണ്ട്. ഇപ്പം ചോദ്യകർത്താക്കൾക്ക് ഇന്ന് കർശന നിർദ്ദേശം കൊടുക്കുക, തെറ്റുകൾ ഒഴിവാക്കി ചോദ്യമിടാൻ. മൂന്നാമതായിട്ട് പറയാനുള്ളത്, ഈ കഴിഞ്ഞ ഡിഗ്രി പ്രിലിമിനറി പരീക്ഷ 1ാം ഘട്ടം എടുത്തോ 2ാം ഘട്ടം എടുത്തോ കൂടുതൽ ഉദ്യോഗാർത്ഥികളെ ഉൾപ്പെടുത്തി വേണം പ്രിലിമിനറി പരീക്ഷയുടെ ലിസ്റ്റ് പബ്ലിഷ് ചെയ്യാൻ. അതൊരു റിക്വസ്റ്റ് ആണ്. ഇപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഉദ്യോഗാർത്ഥികളുടെ ഭാഗത്ത് നിന്ന് PSCയോട് പറയാനുള്ളത്. സമയക്രമത്തിൻ്റെ കാര്യവും ഈ പറയുന്ന സ്കൂളിൽ അല്ലെങ്കിൽ ക്ലാസ് റൂമിൽ ഒരു ക്ലോക്ക് വെക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് ഉദ്യോഗാർത്ഥികളുടെ ഭാഗത്തുനിന്ന് PSCയിലേക്ക് എത്തിക്കോളും. അപ്പോൾ അത് നമുക്ക് വേണ്ട. ഓക്കെ, അടുത്തത് ഇനി നമ്മൾ പറയുമ്പോൾ കട്ട് ഓഫ് മാർക്കാണ്. കട്ട് ഓഫ് മാർക്ക് പറയുമ്പം ഈ പറയുന്ന പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളുടെ റിവ്യൂ മാത്രമല്ല, നമുക്ക് മെസ്സേജ് അയച്ച നമ്മുടെ ബാച്ചിലുള്ള ഓഫ്ലൈൻ ക്ലാസ്സിൽ പഠിക്കുന്ന ഓൺലൈൻ ബാച്ചിൽ പഠിക്കുന്ന ഉദ്യോഗാർത്ഥികളുടെ റിവ്യൂ മാത്രമല്ല നമ്മൾ പരിശോധിക്കുന്നത്. 3 റിവ്യൂ നമ്മൾ എടുക്കുന്നു. ഒന്ന്, നമ്മുടെ ഉദ്യോഗാർത്ഥികളുടെ റിവ്യൂ എടുക്കും. മറ്റൊന്ന്, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള കോച്ചിങ് സെൻറ്റർ, അത് ഓഫ്ലൈൻ കോച്ചിങ് സെൻറ്റർ ഉണ്ട്. അവിടുത്തെ ഉദ്യോഗാർത്ഥികൾ, അവിടുത്തെ മെൻറ്റേഴ്സ്, അവിടുത്തെ കോർഡിനേറ്റേഴ്സുമായിട്ടൊക്കെ നമുക്ക് ഒരു സൗഹൃദ ബന്ധമുണ്ട്. അവർ പറയുന്ന ഒരു മാർക്കുണ്ട്. അവരുടെ ഉദ്യോഗാർത്ഥികൾ ഇത്ര മാർക്ക് സ്കോർ ചെയ്തു എന്ന് പറയുന്നു. മൂന്നാമതായിട്ട്, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള കമ്പൈൻഡ് സ്റ്റഡി കൂട്ടായ്മകളുണ്ട്. ഉദ്യോഗത്തുരുത്ത്, തെക്കും ഭാഗം, SS കോവിൽ റോഡ്, കോഴിക്കോട്. അപ്പം അങ്ങനെ പല ജില്ലയിൽ പല പേരുകൾ അറിയപ്പെടുന്നു. ഈ പറയുന്ന ഗ്രന്ഥശാല വഴി അല്ലെങ്കിൽ നമ്മൾ പറയുന്ന വായനശാല വഴി അല്ലെങ്കിൽ ലൈബ്രറികൾ വഴി കേന്ദ്രീകരിച്ച് കമ്പൈൻഡ് സ്റ്റഡി നടത്തുന്ന ധാരാളം കൂട്ടായ്മകളുണ്ട്. ആ കൂട്ടായ്മകളിൽ നിന്ന് കിട്ടിയ റിവ്യൂയുടെ അടിസ്ഥാനത്തിലാണ് ഈ പറയുന്ന മാർക്ക് നമ്മൾ പറയുന്നത്. ഒന്ന്, മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റി എന്നറിയപ്പെടുന്ന മേഖലയിൽ 20 ചോദ്യത്തിൽ നെഗറ്റീവ് ഒഴിവാക്കി, അതായത് നെഗറ്റീവ് വരുത്തിയപ്പോൾ ഞാനൊരു പരീക്ഷ എഴുതി, ഞാൻ ഈ പറയുന്ന കഴിഞ്ഞ ഡിഗ്രി പരീക്ഷയുടെ 2ാം ഘട്ട പരീക്ഷ എഴുതിയ ഉദ്യോഗാർത്ഥിയാണെങ്കിൽ എനിക്ക് 20 മാത്സിൽ 10 മുതൽ 11 വരെയുള്ള മാർക്ക് കിട്ടി. അതിനർത്ഥം 10 ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്തു, 11 ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്തു എന്നല്ല. ചിലപ്പോൾ 15 ക്വസ്റ്റ്യൻ ആയിരിക്കും ഞാൻ അറ്റൻഡ് ചെയ്തത്, ചിലപ്പോൾ 16 ചോദ്യങ്ങളായിരിക്കും ഞാൻ അറ്റൻഡ് ചെയ്തത്. ആ 16 എണ്ണത്തിൽ എത്ര എണ്ണം ശരിയായി? ചിലപ്പോൾ 12 എണ്ണം ശരിയായി. എങ്കിൽ എൻ്റെ നെഗറ്റീവ് ഒഴിവാക്കി 10 മുതൽ 11 വരെയുള്ള മാർക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഇംഗ്ലീഷ് 20 മാർക്ക് തന്നെ, 13 മുതൽ, അവിടെയും നെഗറ്റീവ് ഒഴിവാക്കി 13 മുതൽ 14 വരെയുള്ള മാർക്ക് സ്കോർ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. മലയാളത്തിലെ ഉദ്യോഗാർത്ഥികൾ കടുപ്പമായിരുന്ന മലയാളത്തിലെ ചോദ്യം എടുക്കുകയാണെങ്കിൽ 4 മുതൽ 5 വരെയുള്ള ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ചരിത്രത്തിൽ 5 മുതൽ 6 വരെ, നമുക്കറിയാം കേരള ചരിത്രത്തിലെ ചോദ്യങ്ങൾ ഇന്ത്യൻ ചരിത്രവുമായി ബന്ധപ്പെട്ട് ലോക ചരിത്രവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളിൽ ചരിത്രത്തിൽ 5 മുതൽ 6 വരെയുള്ള ചോദ്യങ്ങൾ 10 മാർക്കിൽ അറ്റൻഡ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്, അല്ലെങ്കിൽ മാർക്ക് കിട്ടുമെങ്കിൽ. ഭൂമിശാസ്ത്രത്തിൽ 2 മുതൽ 3 വരെ, 2 ചോദ്യം മുതൽ അല്ലെങ്കിൽ 2 മുതൽ 3 മാർക്ക് വരെയുള്ള ചോദ്യങ്ങൾ അല്ലെങ്കിൽ ആ ഒരു മാർക്ക് കിട്ടാനുള്ള സാധ്യത. എക്കണോമിക്സിലെ ചോദ്യങ്ങൾ പരിശോധിച്ചാൽ NCERT SCERT കണ്ടന്റുകളെല്ലാം ഉൾപ്പെടുത്തിയുള്ള ചോദ്യമായിരുന്നു. എക്കണോമിക്സിൽ നിന്ന് 2 മുതൽ 3 വരെയുള്ള മാർക്ക് സ്കോർ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. സിവിക്സുമായി ബന്ധപ്പെട്ട് അവിടെയും 2 മുതൽ 3 വരെയുള്ള ചോദ്യങ്ങൾ, 2 മുതൽ 3 വരെയുള്ള മാർക്ക് കിട്ടാനുള്ള സാധ്യത, നെഗറ്റീവ് എല്ലാം ഒഴിവാക്കിയതിന് ശേഷമാണ്.
ദെൻ കോൺസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം, പഞ്ചായത്തുമായി ബന്ധപ്പെട്ട്, തദ്ദേശ സ്വയംഭരണ സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ട്, തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ചോദ്യം ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു മേഖലയിലൊക്കെ 2 മുതൽ 3 വരെയുള്ള ചോദ്യങ്ങൾ മാർക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട്. ദെൻ ആർട്സ് ആൻഡ് സ്പോർട്സ്, ലിറ്ററേച്ചർ എന്നറിയപ്പെടുന്ന മേഖലയുമായി ബന്ധപ്പെട്ട് 10 മാർക്ക്. അതിൽ 5 മുതൽ 6 വരെ, എപ്പോഴും ഞാൻ പകുതിയാണ് എടുക്കുന്നത്. 5 മുതൽ 6 വരെയുള്ള മാർക്ക് സ്കോർ ചെയ്യാനുള്ള സാധ്യത. ദെൻ IT യുമായി ബന്ധപ്പെട്ട് 2 മുതൽ 3 വരെയുള്ള മാർക്ക്, 2 മാർക്ക് മുതൽ 3 മാർക്ക് വരെയുള്ള മാർക്ക് സ്കോർ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. സയൻസ് ആൻഡ് ടെക്നോളജിയുമായി ബന്ധപ്പെട്ട് അവിടെ 5 മാർക്കാണ്, 2 മുതൽ 3 വരെയുള്ള മാർക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഈ പറയുന്ന എല്ലാ ടോപ്പിക്കിലും, ഈ പറയുന്ന 10 ടോപ്പിക്കിലെയും നമ്മൾ ഏറ്റവും ഉയർന്ന മാർക്ക് നമ്മൾ എടുക്കുക. ഒരു ആവറേജുകാരൻ നല്ല രീതിയിൽ പഠിക്കുന്ന, ആവർത്തിച്ച് പഠിച്ച് റിവൈസ് ചെയ്ത് കഷ്ടപ്പെട്ട് ഉറക്കമുളച്ച് പോയി പരീക്ഷ എഴുതിയ ഒരു ഉദ്യോഗാർത്ഥി. അല്ലാതെ പോയവരെ നമ്മൾ പരിഗണിക്കുന്നില്ല. അല്ലാതെ പോയവരെ നമ്മൾ പരിഗണിച്ചാൽ, അപ്പം ഏറ്റവും കൂടുതൽ തീവ്രമായി പഠിച്ച് ഈ പരീക്ഷ ഉറപ്പായിട്ട് നേടിയെടുക്കുമെന്ന് കരുതി കഷ്ടപ്പെട്ട് പഠിച്ച ഒരു ഉദ്യോഗാർത്ഥിയുടെ മാർക്ക് നമ്മൾ ഒരു ആവറേജ് എടുക്കുകയാണെങ്കിൽ ഏറ്റവും ഉയർന്ന മാർക്ക് എന്ന് പറഞ്ഞാൽ ഒരു 60 മാർക്ക് ആവാനാണ് സാധ്യത. ഏറ്റവും കുറഞ്ഞ മാർക്ക് അവന് ഈ പറയുന്ന ആരും ആയിക്കോട്ടെ, കട്ട് ഓഫ് മാർക്ക് അല്ലെങ്കിൽ ഈ പറയുന്ന 60 മാർക്ക് മേടിച്ചു, 60 മാർക്കിൽ ഈ പറയുന്ന 2 or 3 ക്വസ്റ്റ്യൻ ഒഴിവാക്കി, ഡിലീഷൻ വന്നു, അല്ലെങ്കിൽ 5 ചോദ്യം ഒഴിവാക്കി, അല്ലെങ്കിൽ 4 ചോദ്യം ഒഴിവാക്കി, ആ ഒരു റേഞ്ച് എടുക്കുന്ന സമയത്ത് ഏറ്റവും ലോവർ എന്ന് പറയുന്ന ഏറ്റവും കുറഞ്ഞ മാർക്ക് 50 എങ്കിൽ ഇക്കഴിഞ്ഞ ഡിഗ്രി പ്രിലിമിനറി പരീക്ഷയുടെ കട്ട് ഓഫ് ആയി വരാൻ സാധ്യതയുള്ളത് 52 മുതൽ 57 മാർക്കിന് വരെയുള്ള മാർക്കായിരിക്കും വരാൻ. 100% 99.99% സാധ്യത 52-നും 57-നും ഇടയിലാവാനാണ് സാധ്യത. അപ്പം വീണ്ടും ആവർത്തിക്കുന്നു, ഇതൊരു ഔദ്യോഗിക കട്ട് ഓഫ് മാർക്കൊന്നുമല്ല. ഞാൻ പറഞ്ഞ 3 വിഭാഗം, ഒന്ന് നമ്മുടെ സ്റ്റുഡൻസ് ഇൻ്റർവ്യൂ, 2 കേരളത്തിലെ ഉദ്യോഗാർത്ഥി കൂട്ടായ്മകൾ, ഓരോ ഉദ്യോഗാർത്ഥി കൂട്ടായ്മകളുണ്ട്. then 3-മതായിട്ട് കേരളത്തിലെ ഓഫ്ലൈൻ ഓൺലൈൻ കോച്ചിങ് സെൻറ്ററിലെ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളുടെ റിവ്യൂ ആണ് നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തി പറയുന്നത്. അപ്പം ഇക്കഴിഞ്ഞ ഡിഗ്രി പരീക്ഷയ്ക്ക് തയ്യാറെടുത്ത, ഡിഗ്രി പ്രിലിമിനറി പരീക്ഷയ്ക്ക് തയ്യാറെടുത്ത് പരീക്ഷ എഴുതിയ, 2ാം ഘട്ട പരീക്ഷ എഴുതിയ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾ 52-ൽ കൂടുതൽ മാർക്കുള്ളവർ ഉറപ്പായും അടുത്ത മെയിൻ പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കണം. ഒപ്പം തന്നെ നിങ്ങൾ എഴുതാൻ പോകുന്ന അസിസ്റ്റന്റ് സെയിൽസ്മാൻ പരീക്ഷ ഇതേ സിലബസ് കണ്ടന്റ് ആണ്, അതായത് ഒരു പ്രിലിമിനറി പരീക്ഷ കണ്ടന്റ് തന്നെയാണ്. അത് വീണ്ടും റിവൈസ് ചെയ്യുക. അടുത്ത സിവിൽ പോലീസ് ഓഫീസർ ഉണ്ട്, ഫയർ വുമൺ പരീക്ഷ, അങ്ങനെ ധാരാളം പരീക്ഷ ഈ മാസവും അടുത്ത മാസമായിട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ അതിനുവേണ്ടിയൊക്കെ പഠിക്കുക. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. ഓൾ ദി ബെസ്റ്റ്.